വിദ്യാധർ സംവിധാനം ചെയ്ത ദുരന്തർ എന്ന ഹിന്ദി സിനിമയെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ദുരന്തർ എന്ന് തന്നെയാണോ ഈ വാക്കിന്റെ ഉച്ചാരണം എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. ദുരന്തർ എന്നാണെന്നും ദുരന്തർ എന്ന് തന്നെയാണെന്നും പറയുന്ന ആൾക്കാരുണ്ട്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതികായൻ, ബലിഷ്ഠൻ, കരുത്തൻ എന്നൊക്കെയാണ്. ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞാൽ ഇനി വിവിധങ്ങളായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. മലയാളത്തിൽ നമുക്ക് ഇങ്ങനെ ചുരുക്കി പറയാം. ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, അത് രാജ്യസ്നേഹം നന്നായിട്ടുള്ള ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടിരിക്കണം എന്നാണ് ഈ സിനിമ കണ്ട വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഈ സിനിമ കണ്ടത്. ഹിന്ദി മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഹിന്ദി സിനിമകളൊന്നും വലുതായിട്ട് കാണാറില്ല. എന്നാൽ ഈ സിനിമ കണ്ട ഒരുപാട് പേര് നമ്മുടെ ചരിത്രവുമായിട്ട് ഇതിന് നല്ല രീതിയിലുള്ള ബന്ധമുണ്ടെന്നും ഒരു ഇന്ത്യൻ എന്ന നിലയിൽ എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്, ഇനിയും എന്തൊക്കെ സംഭവിക്കാം എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ പടം കാണുന്നത് വളരെ നല്ലതാണ് എന്ന അഭിപ്രായം കേട്ടതിനെ തുടർന്നാണ് പടം കാണാം എന്ന് കരുതി പോയത്. അപ്പൊ നമുക്കറിയാം ഒരുപാട് ഇതുപോലുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിനിമകൾ വരുമ്പോൾ കേരളത്തിലെ കമ്മികൾ അടക്കം പറയുന്നത് പ്രൊപ്പഗണ്ട പരിപാടിയാണ് ഈ സിനിമ ഇറക്കി വിടുന്നതെന്ന്. അതായത് BJPക്കും സംഘപരിവാറിനും അനുകൂലമായ രീതിയിൽ ഹിസ്റ്ററിയും അതുപോലെ ഇവിടുത്തെ കുറെ കാര്യങ്ങളും ഒക്കെ മാറ്റാൻ വേണ്ടി, ആളുകളെ മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സിനിമ ഇറക്കി വിടുകയാണ് എന്നൊരു നരേറ്റീവ് അവർ പ്രചരിപ്പിക്കാറുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരു സിനിമയാണ് എന്ന രീതിയിലുള്ള ഒരു നരേറ്റീവ് ഞാനും കേട്ടിരുന്നു. എന്നാൽ ഈ സിനിമ അങ്ങനെ അല്ല എന്നുള്ളതാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അതിന്റെ ഒരു തെളിവായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് റിയൽ ഫൂട്ടേജസ് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. സിനിമയുടെ ഉള്ളു കള്ളിയിലേക്ക് അധികം വന്നു കഴിഞ്ഞാൽ അതൊരു സ്പോയിലർ ആയി പോകും. അതിന്റെ കഥ ഒരുപാട് നമ്മൾ പുറത്തേക്ക് പറയുന്നത് ശരിയല്ലല്ലോ, തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണെന്നിരിക്കെ. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരുപാട് വ്യക്തികളുമായി അല്ലെങ്കിൽ നടന്ന ചരിത്രവുമായി ഈ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. നമ്മുടെ ഇന്റലിജൻസ് മേധാവിയായിട്ടുള്ള അജിത് ഡോയലിന്റെ ഒരു സ്റ്റോറി പാർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കടന്നു പോകുന്നത്. അതൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ഇപ്പോൾ കണ്ടു കാണുമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടർ റിവീലൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. തമിഴ്നാടൻ മാധവനാണ് ഇതിനകത്ത് അജിത് ഡോയലിന്റെ ആ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നത്. വേറൊരു പേരിലാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യമേ തുടങ്ങുന്നത് കാണ്ഡഹാർ വിമാന അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ നമുക്കറിയാം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ശത്രുതയുടെ ചരിത്രത്തിന് ഇന്ത്യയുടെ അല്ലെങ്കിൽ പാകിസ്ഥാനിന്റെ ഒക്കെ ജനനം മുതൽ അതിനൊരു കാലഘട്ടമുണ്ട് അല്ലെ. അപ്പോൾ അത് ഒരുപാട് പേര് പറയുന്നത് വെറുതെ കുറെ നരേറ്റീവ് പറയുന്നതാണ്. പാകിസ്ഥാനിൽ നിങ്ങൾ അത് വിചാരിക്കുന്ന അത്ര അല്ലെങ്കിൽ ഈ പറയുന്ന അത്രയും പ്രശ്നക്കാരായിട്ടുള്ള വ്യക്തികളൊന്നും അല്ല എന്ന രീതിയിൽ എന്താ പറയുക വെള്ളപൂശുക അല്ലെന്നുണ്ടെങ്കിൽ മൃദുവായി അവതരിപ്പിക്കുക എന്ന സംഗതികൾ കുറെ നാളായിട്ട് നമുക്ക് കണ്ടുവരുന്നതാണ്. എന്നാൽ അതിന്റെയൊക്കെ യഥാർത്ഥ വശം ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇതിലെ നായകൻ എന്ന് പറയുന്നത് രൺവീർ സിംഗ് ആണ്. പക്ഷെ രൺവീർ സിംഗിന്റെ ക്യാരക്ടർ ഞാൻ റിവീൽ ചെയ്യുന്നില്ല, ആരും റിവീൽ ചെയ്യേണ്ട, പടം കണ്ടു തന്നെ മനസ്സിലാക്കാം. രൺവീർ സിംഗിന്റെ ക്യാരക്ടറിലുപരി ഇതിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ നമ്മളെ ആകർഷിക്കും. അതായത് നോട്ട് നിരോധനം എന്ന് പറഞ്ഞിട്ട് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വന്ന വലിയ കോളിളക്കം പിടിച്ചൊരു സംഗതി എന്തുകൊണ്ട് വന്നു എന്നത് ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് തന്നെ പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞതാണ് വലിയ രീതിയിൽ കള്ളപ്പണം തടയാൻ വേണ്ടിയിട്ടാണ് നോട്ട് നിരോധനം ചെയ്യുന്നത് എന്നുള്ളത്. എന്നാൽ കള്ളപ്പണമല്ല, അതിലുപരി കള്ള നോട്ട് തടയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്ന രീതിയിലും നമ്മളന്ന് വാർത്തകളിൽ കണ്ടതാണ്. അത് 100% സത്യമാണെന്നുള്ളത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 1500 നിരോധിക്കപ്പെട്ട നോട്ടുകൾ അത് പുതിയതായിട്ട് ഒരു എഡിറ്റ് നടത്തി പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന വഴിയിൽ വെച്ച് അതിന്റെ പ്ലേറ്റ് അന്ന് ഭരിച്ചിരുന്ന സർക്കാരുകളുടെ മന്ത്രിമാരുടെ ഒക്കെ പങ്കോടുകൂടി പാകിസ്ഥാനിലേക്ക് മറിച്ച് വിറ്റപ്പെട്ടു എന്ന് പറയുന്ന ഒരു സംഗതി വാർത്തകളിൽ വന്നതാണ്. അങ്ങനെ വലിയ രീതിയിൽ ഇന്ത്യൻ കറൻസി അച്ചടിക്കാനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ആ ഒരു പവർ പാകിസ്ഥാന്റെ കയ്യിലേക്ക് ലഭിക്കുകയാണ്. അവർക്ക് വളരെ ഈസി ആയിട്ട്, അതായത് ഇന്ത്യൻ കറൻസി മറ്റുള്ളവർ ചെയ്യുന്ന അതുപോലല്ല, അതിനെക്കാട്ടിയും കുറച്ചും കൂടി റിയൽ ആയിട്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇന്ത്യൻ കറൻസി അന്ന് പ്രിന്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കമ്പനി, അവര് തന്നെയാണ് പാകിസ്ഥാനും അവരുടെ നോട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പേപ്പർ കൊടുക്കുന്നത്, സെയിം പേപ്പർ. അപ്പൊ പേപ്പർ ഈ പറയുന്ന പോലെ പേപ്പറിന്റെ കട്ടി വെച്ചിട്ടാണ് ഓൾമോസ്റ്റ് നമ്മൾ നോട്ട് അളക്കുന്നത് അല്ലെ. പേപ്പർ ഒക്കെ ആണെങ്കിൽ തന്നെ നോട്ട് കള്ളനോട്ടാണെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവേ ഇല്ല. ഇത് നല്ല രീതിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ആണ്. Have you watched the movie Dhurandhar? There are many hidden truths about the Congress government in the film, which shows how the leaders indirectly supported ISI and Pakistan. It seems ministry se koi high level ki bureaucrats involved hai. Shocking? Do you know, during the Congress government, something seriously wrong happened with our currency printing. Back in 2010, Finance Minister Pranab Mukherjee actually blacklisted Delaru, the company supplying the currency paper. But then, when P. Chidambaram came back as Finance Minister in 2012, he restarted deals with the same company. What was the actual problem? This was the only company that was providing the same paper to Pakistan. That's how fake Indian currency started pouring into our markets, indirectly funding the ISI and helping Pakistan destabilize us. It's shocking how such negligence and corruption from the Congress era played right into enemy hands.
Thankfully, when Narendra Modi became PM in 2014, he blacklisted them again and took the bold step of demonetization in 2016 to strike at this fake currency menace. ഈ ഒരു കമ്പനീനെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ബാൻ ചെയ്തതാണ്. എന്നിട്ട് പി ചിദംബരം ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് കോൺഗ്രസ് സർക്കാർ വീണ്ടും അവരെ തന്നെ നോട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. ഈ സിനിമ കാണുമ്പോഴും നിങ്ങൾക്ക് അറിയാം. പിന്നെ നോർമലി നിങ്ങൾ ഈ വാർത്തകളൊക്കെ കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഗതിയാണെന്നുള്ളത്. അവരുടെ ഒരുപാട് മന്ത്രിമാർക്കും ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ അജിത് ജോയലായിട്ട് അഭിനയിച്ചിരിക്കുന്ന മാധവൻ പറയുന്ന ഒരു വാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊക്കെ എപ്പോ നമുക്ക് ശരിയാക്കാൻ പറ്റും, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ഓഫീസർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ സംഭവിക്കാനായിട്ട് കാറ്റ് മാറി വീശണം. അതായത് അധികാരം ആണൊരുത്തന്റെ കയ്യിലേക്ക് വരണമെന്ന്. നോട്ട് നിരോധനം എന്ന് പറയുന്നത് ഒരിക്കലും പാളിപ്പോയൊരു ഡിസിഷൻ അല്ല, മറിച്ച് ഇന്ത്യയെ ഇന്നത്തെ സാമ്പത്തിക നിലയിലേക്ക്, നമുക്കറിയാമല്ലോ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് നിൽക്കുന്നത്. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിക്കാനും പാകിസ്ഥാനെ സാമ്പത്തികമായിട്ട് തകർക്കാനും വലിയൊരു ആയുധമായത് ഇവിടത്തെ ആ നോട്ട് നിരോധനമാണ്. അന്നൊക്കെ ഏറ്റവും കൂടുതൽ സർക്കാരിനെയും മോദിയെയും ഒക്കെ കല്ലെറിയാനായിട്ട് മുന്നിൽ നിന്നത് ഇവിടത്തെ സർക്കാരുകളും ഇവിടുത്തെ മാധ്യമങ്ങളും ഒക്കെ തന്നെയാണ്. അവർക്കൊക്കെയും വലിയ ബുദ്ധിമുട്ടായിരുന്നു ഈ കള്ളപ്പണം അല്ലെങ്കിൽ കള്ളനോട്ട് വ്യാപകമായി ഇറങ്ങിയിരിക്കുന്ന ഈ നോട്ടുകൾ നിരോധിക്കപ്പെടുന്നതിന്. ആരൊക്കെയാണ് അതിനെതിരെ വന്നത്, അവർക്കൊക്കെ ഇതിനകത്ത് പ്രത്യേകിച്ച് കൈ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. ഈ സിനിമ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. നമ്മൾ ഒരുപാട് ന്യൂസുകൾ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഇതിനകത്ത് ഒരു പ്രൊപ്പഗണ്ട മൂവി ആയിട്ട് ഇവർ ഉണ്ടാക്കി വെക്കുന്ന ഒരു സംഗതി അല്ല എന്ന് തെളിയിക്കാനായിട്ട് ഒരുപാട് റിയൽ ഇൻസിഡൻസ് കൊടുക്കുന്നുണ്ട്. അതായത് പാർലമെന്റ് ആക്രമണത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷ്വൽ കാണിക്കുന്നുണ്ട്. അതായത് ആ പെർട്ടിക്കുലർ ഷൂട്ട് ചെയ്ത് കാണിക്കുമ്പോൾ അതിൽ വാർത്തകൾ വരുന്നതായിട്ട് കാണിക്കുന്ന ഫൂട്ടേജസ് ഒക്കെയും റിയൽ ആയിട്ട് വാർത്തകളിൽ വന്നതാണ്. ഒറിജിനൽ ആയിട്ട് ഇവിടെ അങ്ങനെ ഒരു പാർലമെന്റ് ആക്രമണം ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് വെക്കുക, ഇന്ത്യയുടെ അന്നത്തെ ഗതികേട് എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നേ. അതിനുശേഷം വന്ന മുംബൈ ഭീകരാക്രമണം, അജ്മൽ കസബ്, അതൊക്കെയും അതിന്റെ ഒക്കെ റിയൽ ഫൂട്ടേജസ് ഈ സിനിമയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ചാവേറായിട്ട് വരുന്ന വ്യക്തികളും ടെററിസ്റ്റും തമ്മിൽ സംസാരിച്ചിട്ടുള്ള സംഭാഷണങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കും. അതായത് മരിക്കാൻ പോകുന്നതിന് മുമ്പ് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ടാണ് മരിക്കുന്നത്, ഗുഡ് ബൈ, ഇവിടുന്ന് ഗുഡ് ബൈ, സന്തോഷമായിട്ട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോ ഇതൊക്കെ വെറുതെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണോ എന്നുള്ള ചോദ്യം വരുന്നേക്ക് മുമ്പ് തന്നെ ആ റിയൽ സൗണ്ട് ഫൂട്ടേജും കൂടി അതിനകത്ത് നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. വിത്ത് എഴുതിയും കൂടെ കാണിക്കും, ഹിന്ദിയിലും ഇംഗ്ലീഷിലും കൂടി. അത് ഷോക്കിംഗ് ആണ്. അതായത് ഒരു രാജ്യം, ഒരു കൂട്ടം ആൾക്കാർ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്തത്, ഗവൺമെന്റ് എന്ന് പറയുന്നത് എത്രത്തോളം കഴിവ് കെട്ടതായിരുന്നു അന്ന്, അതിനുശേഷം അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യ അച്ചീവ് ചെയ്ത് നിൽക്കുന്ന ഒരു അച്ചീവ്മെന്റിലേക്ക് സത്യത്തിൽ എങ്ങനെ എത്തി ഇന്ത്യ എന്നുള്ളതൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അതിൽ ഇപ്പൊ നിങ്ങൾ ഒരുപാട് പാട്ടുകളും അതുപോലെ ഹിറ്റായിട്ടുള്ള അക്ഷയ് ഖന്നയുടെ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പം ബലൂച്ചികൾ, നമ്മൾ ഈ കഴിഞ്ഞ ഒരു സമയത്തും കൂടി നമ്മൾ കേട്ടോണ്ടിരുന്ന സംഗതിയാണ് ഈ ആഭ്യന്തര വിപ്ലവം പാകിസ്ഥാനിൽ ഭയങ്കരമായിട്ട് വന്നിരിക്കുന്നത് ബലൂച്ചികളെ കൊണ്ടാണ്. ബലൂചിസ്ഥാൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന്റെ തീവ്രവാദപരമായിട്ടുള്ള കാര്യങ്ങളോട് അവർ എതിർക്കുന്നു. എന്നാൽ അവർ ഭാഗികമായിട്ട് അവർക്ക് ഇന്ത്യയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയോട് വലിയ പ്രശ്നമില്ല. എന്നാൽ പാകിസ്ഥാന്റെ ഭരണത്തോട് അവർ എതിർക്കുന്നു. നമുക്കറിയാം പാകിസ്ഥാനിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് നിന്ന് അഫ്ഗാനിസ്ഥാനിൽ ഭരിക്കുന്നത് താലിബാനാണ്. താലിബാൻ എല്ലാം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ്. അവരെ കൊണ്ടും പാകിസ്ഥാൻ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു നിലയിലേക്ക് എങ്ങനെ എത്തി, ചുമ്മാതെ എത്തിയതൊന്നും അല്ല എന്നുള്ളതാണ് സിനിമ പറയുന്നത്. അത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവാൻ. ഞാൻ ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ നമ്മളിത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം അതിന്റെ ഒരു ആസ്വാദന സംഗതി നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഒരു എന്താ പറയുക, ഒരു ചരിത്രം പറയുന്ന ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്താൻ പറ്റുന്ന രീതിയിലുമല്ല. സിനിമാറ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ നിങ്ങൾക്ക് നൽകുന്നത്. കാരണം ഇതിൽ വയലൻസ് ഭയങ്കര പച്ചയായിട്ട് കാണിച്ചിട്ടുണ്ട്. കാണാൻ ഞാൻ ഓൾമോസ്റ്റ് സമയങ്ങളിൽ കണ്ണടച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ. കാരണം എനിക്ക് ബ്ലഡ് ഒക്കെ അങ്ങനെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. ചില ആൾക്കാർക്ക് അത് ഓക്കെ ആയിട്ട് തോന്നും, പക്ഷെ എനിക്ക് തോന്നുന്നു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടത് എന്നത് കാണിച്ചിരിക്കുന്നത്. അത് തന്നെ ഒരു സിനിമാറ്റിക് വേൾഡിൽ നല്ല അടിപൊളി എന്താ പറയാ മാസ് മസാലയായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സിനിമയുടെ സംവിധായകന്റെ ഒരു പ്രോജക്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഉറി, സർജിക്കൽ അറ്റാക്ക്. അത് കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. കാരണം എന്താന്ന് വെച്ചാൽ 3 hours ആണ് ഈ മൂവി എന്ന് പറയുന്നത്. ഞാൻ പടം കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് പിന്നെ നോക്കിയപ്പോഴാണ് ഇത് 3 മണിക്കൂറാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായത്. ആ 3 മണിക്കൂറൊന്നും നമുക്ക് മനസ്സിലാവില്ല. അത്രയധികം ഭയങ്കര എൻഗേജ്ഡ് ആണ്, നമ്മളെ പിടിച്ചിരുത്തിക്കൊണ്ടാണ് ഇത് കാണുന്നത്. തീവ്രവാദം എന്ന് പറയുന്നത് എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു സംഗതിയാണ്. പൊളിറ്റിക്സിന് വേണ്ടി, പണത്തിന് വേണ്ടി, പദവിക്ക് വേണ്ടിയൊക്കെ ആൾക്കാർ തീവ്രവാദത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും കൂടി ഈ സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വിശപ്പിനെ മാത്രമല്ല അറിവില്ലായ്മയും കൂടി ഇവർ നല്ല രീതിയിൽ ആയുധമാക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെയൊക്കെ തലപ്പത്ത് ഇതിനൊക്കെ സ്ക്രൂ കയറ്റി വിട്ട് പെരുമാറുന്ന എല്ലാവരും വലിയ സൗകര്യ ജീവിതത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഈ സിനിമയിൽ തന്നെ പബ്ബ് കാണിക്കുന്നുണ്ട്, അതുപോലെ മോള് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ പാകിസ്ഥാന്റെ ഏത് ഭാഗത്താണെന്ന് നമ്മൾ തന്നെ അതിശയിച്ചു പോകും. അങ്ങനെ ഒരു പാകിസ്ഥാൻ നമ്മളൊരു വീഡിയോ
പോലും കണ്ടിട്ടില്ല. പക്ഷേ കുറെ ആളുകൾ പറയുന്നത് ഈ പറയുന്ന തീവ്രവാദം ഉപയോഗിച്ച് അവിടുത്തെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റീഷ്യൻസും തീവ്രവാദത്തിന്റെ ആയിട്ടുള്ള നേതാക്കളും ഒക്കെ വലിയ ലക്ഷറി ലൈഫ് തന്നെയാണ് ജീവിക്കുന്നത്. അവർക്കൊക്കെ ഈ പറയുന്ന സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ബാക്കി ഈ പട്ടിണി കിടക്കുന്നതും മണ്ണിൽ കിടന്ന് ഈ അഴുക്കും പൊടിയുമായിട്ട് ജീവിക്കുന്നതൊക്കെ അധസ്ഥികരായ സാധാരണക്കാരായ മനുഷ്യരാണ്. അവര് ചന്തയിൽ പടവെട്ടി അങ്ങനെ ജീവിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മൊത്തം തീവ്രവാദികളാണ് ഭരിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇന്ത്യനെ ഇതിനകത്തുനിന്ന് കര കയറ്റാൻ, ഇന്ത്യ ഇന്ന് നിൽക്കുന്ന ആ ഒരു നിലയിൽ എത്തിക്കാനായിട്ട് വലിയ രീതിയിലുള്ള പ്ലാൻ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഇവിടെ നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അജിത് ഡോവൽ എന്ന് പറയുന്നത് മോദിയുടെ വജ്രായുധം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം തന്നെ പാകിസ്ഥാനിൽ അണ്ടർ കവറിൽ 6 years ഉണ്ടായിരുന്നു. എന്നിട്ട് ജീവനോടെ തിരിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പ്ലാൻ ചെയ്ത ഒരുപാട് ഓപ്പറേഷനുകൾ വിജയമായിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഇന്റലിജൻസിന്റെ തലപ്പത്തിരിക്കുന്നത് അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ പൊട്ടിക്കാനൊക്കെ വിചാരിച്ചിരുന്ന ബോംബൊക്കെ ചെങ്കോട്ടയിൽ ഒരുത്തന് ഈ പറയുന്ന പോലെ നിസാരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒഴിവാക്കേണ്ട ആ ഒരു അവസ്ഥയിൽ എത്തിയത്. അല്ലെങ്കിൽ ആ ഇന്റലിജൻസ് മേധാവി ഇത്രയും എഫിഷ്യന്റ് അല്ലായിരുന്നെങ്കിൽ ഇന്ത്യ എന്ന് സാക്ഷ്യം വഹിക്കുന്നത് അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥയിലേക്കായിരിക്കും. അപ്പൊ ഇതൊക്കെയും കാണാനും അറിയാനും ഈ ഒരു സിനിമ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അക്ഷയ് ഖന്നയെ പറ്റി ഒന്നും പറയാനില്ല. എന്റെ ദൈവമേ, ചാവ എന്ന് പറയുന്ന ഒരു മൂവിയാണ് ഞാൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയത്. കാരണം അതിന് മുമ്പ് എനിക്ക് ഇദ്ദേഹത്തെ കണ്ട ഓർമ്മയുള്ളത് ആകെ താൽ എന്ന് പറയുന്ന മൂവിൽ. അതിലൊരു ചോക്ലേറ്റ് ഹീറോ ആയിട്ട് വന്നിട്ട് ഇതിൽ ഔറംഗസേബ് പ്ലേ ചെയ്തിരിക്കുന്നത് ഇദ്ദേഹമാണ്. ഞെട്ടിച്ചു കളഞ്ഞു. അതായത് അക്ഷയ് ഖന്നയാണെന്നുള്ളത് ഒരു സ്ഥലത്തും അങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങൾ മറന്നുപോകും, നിങ്ങൾ ഓർക്കേയില്ല. അവിടെ നിങ്ങൾക്ക് ഔറംഗസേബിനെ കാണാം 100%. മനുഷ്യനാണോ മൃഗമാണോ എന്ന് മനസ്സിലാവില്ല. അതുമാതിരി പെർഫോമൻസ്. അത് തന്നെ ഈ മൂവിയിൽ ദുരന്തറിലേക്ക് വരുന്ന സമയത്ത് റഹ്മാൻ ഡക്കായിട്ട് ഓർ റഹ്മാൻ ബലോച്ചി രണ്ടും ഒരാൾ തന്നെയാണ്. ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ഓറ എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല. എന്താ പറയാ, അതിന്റെ ഒരു ഇൻട്രോ സോങ് ഒക്കെ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഒരു അറബിക് സോങ് ആണ്, ഒരു ബഹ്റൈൻ റാപ്പറിന്റെ ഒരു അറബിക് സോങ് ആണ് ഇന്ന് ട്രെൻഡിങ് നമ്പർ 1 നിൽക്കുന്നത് വിത്ത് അക്ഷയ് ഖന്നയുടെ ഡാൻസും. പക്ഷെ ഇത് മാത്രമല്ല, സിനിമ സത്യത്തിൽ ഇന്ത്യക്കാർക്കുള്ള ഒരു വലിയ പാക്കേജ് ആണ്. അപ്പൊ പ്രൊപ്പഗണ്ട വെക്കണ്ടെന്നൊക്കെ പറയുന്നവരെ ഒന്ന് മൈൻഡ് ചെയ്യണ്ട. നിങ്ങളുടെ അറിവ് വളർത്താൻ, നിങ്ങൾക്ക് ബോധം വയ്ക്കാൻ, നിങ്ങൾക്ക് രാജ്യസ്നേഹം കുറച്ചുകൂടി ഉണ്ടാവാൻ, ഇപ്പൊ നടക്കുന്ന സംഗതികൾ എന്താണെന്നും കൂടി മനസ്സിലാക്കാൻ ഈ സിനിമ കാണുന്നത് നല്ലതാണ്. ഓഫ്കോഴ്സ് ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട്, ഉറപ്പായിട്ടും സെക്കൻഡ് പാർട്ട് ഉണ്ട്. അതെന്തായാലും വരും. അതും ഈ ഫസ്റ്റ് പാർട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തെ കഥ തന്നെയാണെന്നേ. അപ്പൊ ശരിക്കും സിനിമകൾ ഇങ്ങനെ വരുന്നതിന് നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. ജിയോ ഗ്രൂപ്പ് ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നാട്ടിൽ മൾട്ടി മില്യണേഴ്സ് ഉണ്ടാവുന്നത് നല്ലതാണ് എന്ന് മനസ്സിലായില്ലേ? തുടർന്ന് കാണുക പോളി ന്യൂസ്.